ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യണം, പഠിക്കണം, വലിയ ആളാവണം, ക്രിയേറ്റീവായി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതിൻ്റെയൊക്കെ പുറമെ ഒരുപാട് സ്വപ്നങ്ങളോടെ നമ്മളൊരു ദിവസം എഴുന്നേൽക്കും. നമ്മുടെ ഫോൺ എടുക്കും, സമയം മുഴുവൻ അതിനകത്ത് ചിലവാക്കും. അന്നത്തെ ദിവസം തന്നെ പാഴാക്കും. എന്നിട്ടോ കുറ്റബോധം മാത്രം മിച്ചം. ഇത് തന്നെ എല്ലാ ദിവസവും തുടരുന്നു. എന്താ, നമ്മൾ മടിയനായതുകൊണ്ടാണോ? നമ്മുടെ സ്വഭാവം അലസത നിറഞ്ഞതുകൊണ്ടാണോ? അല്ല, നമ്മുടെ തന്നെ മനസ്സിനോട് നടത്തുന്ന ഒരൊറ്റയാൾ പോരാട്ടമാണ് നിശബ്ദമായ ഒരു പോരാട്ടം. സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ ഒരിക്കലും തളർത്തുന്നത് നമ്മുടെ തോൽവികളല്ല, മറ്റുള്ളവരായി നമ്മളെ താരതമ്യം ചെയ്യുമ്പോഴാണ്. നമ്മളെ നോക്കുമ്പോൾ ഞാൻ എവിടെയാണെന്നുള്ള ചോദ്യം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ തളർന്നു പോകുന്നത്. നമ്മുടെ പ്രായത്തിലുള്ള മറ്റൊരാൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ കരുതുന്നു, അവൻ എന്ത് ഭാഗ്യവാനാണ്, അവനെല്ലാം നിഷ്പ്രയാസം കിട്ടുന്നുണ്ടല്ലോ. എന്നാൽ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുർഘടം പിടിച്ച പാതയിലൂടെ തന്നെയാണ് മുൻപോട്ട് പോയിട്ടുള്ളത്. എല്ലാവരും അവരുടേതായ ഭാരങ്ങളും താങ്ങുന്നുണ്ട്. ചിലരത് തുറന്നു കാണിക്കുന്നു, ചിലരത് കാണിക്കുന്നില്ല. അത്രമാത്രം വ്യത്യാസം. ഈ ഭൂമിയിൽ എല്ലാവരും അവരുടേതായ ബുദ്ധിമുട്ടുകൾ സഹിച്ച് തന്നെയാണ് മുന്നേറിയിട്ടുള്ളത്. നമ്മളെല്ലാവരും തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലോ ആരും അത് കാണുന്നില്ല. ഇത് തന്നെയാ പലർക്കും പ്രശ്നം. ആരും ഒന്നും കാണാതെയും അംഗീകരിക്കാതെയും വരുമ്പോൾ പലരും പലതും പല സ്ഥലത്തും ഇട്ടിട്ട് അങ്ങോട്ട് പോകും. ഞാനൊരു കഥ പറയാം. പണ്ടൊരു നാട്ടില് ഒരു കല്ലുവെട്ടുകാരനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ വലിയൊരു പാറ അയാളുടെ മുമ്പിലേക്ക് വന്നു. ഇയാൾക്ക് ഇനി ഇത് പൊട്ടിച്ചാലേ മാത്രമേ അയാളുടെ അടുത്ത ജോലിയിലേക്ക് അയാൾക്ക് കടക്കാൻ പറ്റൂ. അങ്ങനെ അയാൾ ആ ജോലി തുടങ്ങി. 1, 2, 3, 30, 40, 50, 60, 70 ദിവസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും അയാൾക്ക് ആ പാറ പൊട്ടിക്കാൻ പറ്റുന്നില്ല. 100 ദിവസവും കഴിഞ്ഞു. എന്നിട്ടും പൊട്ടിക്കാൻ പറ്റുന്നില്ല. അയാൾ ഓർക്കുവാണ്, ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്നും ഇത് തന്നെയല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നിട്ടും എനിക്കിത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും അയാൾ നിർത്തിയില്ല. 101ാമത്തെ ദിവസം വന്നു. അയാൾ ആ പാറ പൊട്ടിച്ചു. ഒരിക്കലും ആ പാറ പൊട്ടിയത് 101ാമത്തെ ദിവസത്തെ അടിയിലല്ല, ആ 100 ദിവസത്തെ അടി കൊണ്ടാണ്. 101ാമത്തെ ദിവസത്തെ അടിയടിച്ചത് പൊട്ടിച്ചപ്പോൾ മറ്റുള്ളവരെല്ലാവരും അയാളെ അംഗീകരിച്ചു. അയാളെ ഒരുപാട് വാഴ്ത്തിപ്പാടി. എന്നാൽ ആ 100 ദിവസം അയാൾ അടിച്ചപ്പോഴും ഒരു മനുഷ്യനും അയാളെ നോക്കാനില്ലായിരുന്നു. അയാളെ പറ്റി പുകഴ്ത്താനോ തളർന്നു പോയപ്പോൾ കൈപിടിച്ച് ഉയർത്താനോ മനസ്സിന് ശക്തി കൊടുക്കാനോ ആരുമില്ലായിരുന്നു. പക്ഷേ എങ്കിലോ ഈ പ്രവൃത്തി നിർത്തി അയാൾ മുൻപേ പോയിരുന്നെങ്കിൽ അയാൾക്ക് ആ പാറ പൊട്ടിക്കാൻ പറ്റുമായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ഇന്ന് നീ പഠിച്ചിട്ട് അതിന് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ, ഇന്ന് നീ ഒരു എഫേർട്ട് ഇട്ടിട്ട് അതിന് അപ്രിസിയേഷൻ കിട്ടുന്നില്ലെങ്കിൽ, എന്നെ പോലെ തുടക്കക്കാരനായ ഒരാൾ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ, നമുക്ക് കഴിവില്ല എന്നല്ല അർത്ഥം. നമ്മളിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ജീവിതത്തിൽ എല്ലാ വളർച്ചയും ശബ്ദമുണ്ടാക്കണമെന്നില്ല. ചില മാറ്റങ്ങൾ നിശബ്ദതയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതൊന്നും വെറുതെ ആയിട്ടുമില്ല. നീ ഇന്ന് തളർന്നു പോയത് ഒരിക്കലും നീ ദുർബലനായതുകൊണ്ടല്ല. നിന്റെ നിരന്തരമായുള്ള പ്രയത്നം കാരണമാണ് നീ തളർന്നു പോയത്. മനസ്സെപ്പോഴെങ്കിലും ഇത് മതിയാക്കൂ, നിർത്തുമെന്ന് തോന്നുമ്പോൾ ഒന്ന് മാത്രം ഓർക്കുക. പലരും 100ാമത്തെ ദിവസം പാറ പൊട്ടിക്കുന്നത് നിർത്തി പോയത് മനസ്സങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ ഒരു മനുഷ്യൻ മാത്രം അത് പൊട്ടിച്ചു. 101ാമത്തെ ദിവസം അയാളുടെ മനസ്സിനെ പൂർണ്ണമായി അയാൾ വിശ്വസിച്ചു. അയാളുടെ മനസ്സ് അയാളെയും വിശ്വസിച്ചു. ഒരു വലിയ മാറ്റമോ വലിയ തീരുമാനമോ വേണ്ട. സത്യസന്ധമായ ഒരു ചെറിയ ശ്രമം മാത്രം മതി. കാണുന്നവർക്കോ കൈയടിക്കുന്നവർക്കോ ആയല്ല, നിന്റെ തന്നെ ഭാവിക്കായി. ഇന്ന് നീ ചെറുതെന്ന് കാണുന്ന ആ ശ്രമമായിരിക്കും നാളെ നീ അതിജീവിച്ചതിന്റെ തെളിവായി മാറുക.